ചെറുക്കൻ്റെ പേരിൻ്റെ ആദ്യം അങ്ങനെയൊക്കെ പല രൂപത്തിൽ ലോക്കറ്റിൽ പേരെഴുതാറുണ്ട്. അങ്ങനെ എഴുതാൻ പാടുണ്ടോ, അത് ഹറാമാണോ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. അങ്ങനെ എഴുതാൻ കുഴപ്പമൊന്നുമില്ല, അതും ദീനുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ പേരെഴുതണമെങ്കിൽ പേരെഴുതി കൊടുക്കാം, പേരെഴുതണ്ടെന്ന് വെച്ചാൽ എഴുതണ്ട, അത് ഓരോ ആളുകളുടെ ഇഷ്ടമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ചില ആളുകൾ അറബിയിൽ പേരെഴുതും. ചിലപ്പോൾ ചെറുക്കൻ്റെ പേരെന്തായിരിക്കും, മുഹമ്മദ് എന്നായിരിക്കും. പുതിയാപ്പിളയുടെ പേര് മുഹമ്മദ് എന്നാണ്, അല്ലെങ്കിൽ പുതിയാപ്പിളയുടെ പേര് റഹ്മാൻ എന്നാണ്, അല്ലെങ്കിൽ പുതിയാപ്പിളയുടെ പേര് റഹീം എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിനോട് ചേർത്ത പേരുകൾ അങ്ങനെ ഇടാറുണ്ട്. അറബിയിൽ ലോക്കറ്റിൽ മുഹമ്മദ് എന്ന് എഴുതിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പേരുകളിൽപ്പെട്ട എന്തെങ്കിലും പേരൊക്കെ. അപ്പോൾ അതുമായിട്ട് ബാത്റൂമിൽ കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അത് അള്ളാഹുവിൻ്റെ പേരാണ്, മുത്ത് റസൂലിൻ്റെ പേരാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ആ സമയത്ത് സൂക്ഷ്മത പാലിക്കണം. എന്നതൊഴിച്ച് ഇംഗ്ലീഷിലൊക്കെ പേരെഴുതുന്നതിൽ തടസ്സമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇത്തരത്തിൽ അറബിയിൽ പേരെഴുതിയിട്ട് അള്ളാഹിൻ്റെ പേരോ നബിതങ്ങളുടെ പേരോ ആണെങ്കിൽ അതെന്ത് ചെയ്യുക, അത് ഊരി മാറ്റിയിട്ടായിരിക്കണം ബാത്റൂമിൽ കയറേണ്ടത്. അതാണ് സൂക്ഷ്മത, അത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.